പുതുച്ചേരി സർക്കാരിനെ കേരള സർക്കാർ മാതൃകയാക്കണമെന്ന് ആശാവർക്കർമാർ. സെക്രട്ടേറിയറ്റ് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം 47ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് ജനങ്ങളോട് മമതയില്ലെന്ന് ആശമാർ ജനം ടിവിയോട് പറഞ്ഞു. 10,000 രൂപയായിരുന്ന ആശമാരുടെ ഓണറേറിയം കഴിഞ്ഞ ദിവസം 18,000 രൂപയാക്കി പുതുച്ചേരി സർക്കാർ ഉയർത്തിയതിനു പിന്നാലെയാണ് ആശമാരുടെ പ്രതികരണം. ഇതുവരെ നമ്മുടെ വിജയമാണ്. പക്ഷേ അവിടെ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ സർക്കാർ. എന്നുവെച്ചാൽ ഇതുപോലെ ഞങ്ങളെപ്പോലെ തെരുവിൽ ഇറക്കാതെ അതിന് മുന്നേ തന്നെ അവർ ആ ഒരു ഇത് അവർക്ക് കൊടുത്തു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾ മാത്രം ഈ സർക്കാർ കാണുന്നില്ല. അതെന്താണെന്നുള്ള അറിയാൻ വയ്യ. അവിടെ കൊടുത്തുവെങ്കിൽ അവിടെ അവർ വർണ്ണങ്ങളോ അല്ലെങ്കിൽ പാർട്ടിപരമായിട്ടോ ഒന്നുമല്ല അവർ അവിടെ ജനങ്ങൾക്ക് കൊടുത്തത്. ജനങ്ങളെ ഇതുപോലെ സ്ത്രീകളെ തെരുവിലിറക്കാതെ നോക്കി സംരക്ഷിച്ചു. ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനന്ദ, ആശമാർ സൂചിപ്പിക്കുന്നത് പോലെ ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു സർക്കാർ, അതിനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ നിരന്തരം അപമാനിക്കുന്ന ഒരു സർക്കാരിനെയാണ് അവരിവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ അവരുടെ സമരവീര്യം ഓരോ ദിവസം കഴിയും തോറും കൂടുന്നതേ ഉള്ളൂ. വിവരങ്ങൾ എന്താണ്? വീണ പറഞ്ഞതുപോലെ തന്നെ സമരക്കാരുടെ സമരവീര്യം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. 47ാം ദിവസമാണ്. സമരവീര്യത്തിന് യാതൊരുവിധ കോട്ടവും ഇവിടെ തട്ടിയിട്ടില്ല എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഇന്നലെ ഒരു സന്തോഷ വാർത്തയെന്ന് പറയുന്നത് പുതുച്ചേരിയിൽ അവിടെ ആശാ വർക്കർമാർക്ക് 10,000 രൂപയിൽ നിന്ന് 18,000 രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിച്ചു. അപ്പോൾ 8,000 രൂപ പെട്ടെന്ന് സംസ്ഥാന സർക്കാരിന് തന്നെ അങ്ങനെ ഒരു വേതന വർധനവ് നടത്താനുള്ളൊരു അധികാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശമുണ്ട് എന്ന് പുതുച്ചേരിയിൽ തെളിയിച്ചിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ അത് ചെയ്യാത്തത്? സർക്കാർ എന്തുകൊണ്ടാണ് അതിന് കണ്ണടയ്ക്കുന്നതെന്നൊരു ചോദ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കേന്ദ്രത്തിന്റെ മുകളിൽ പഴിചാരിയിട്ട് സംസ്ഥാന സർക്കാർ ഇവിടെ നിന്ന് മറഞ്ഞു മാറുന്ന ഒരു സ്ഥിതിയാണ്. തങ്ങളൊന്നും ചെയ്യുന്നില്ല, എല്ലാം കേന്ദ്രത്തിന്റെ തലയിലാണ്, അല്ലെങ്കിൽ കേന്ദ്രമാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും സംസ്ഥാന സർക്കാർ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മളോടിപ്പോൾ ആശാവർക്കർ സംസ്ഥാന പ്രസിഡന്റ് സദാനന്ദനുണ്ട്. ചേട്ടാ, എന്താണ് ഇപ്പോൾ നമ്മുടെ ഒരു പുതുച്ചേരിയിൽ 10,000-ൽ നിന്ന് 18,000 ആക്കി ഉയർത്തിയിട്ടുണ്ട് ഓണറേറിയം. അപ്പോൾ അവിടെ സംസ്ഥാന സർക്കാർ, അവിടുത്തെ സർക്കാരാണ് അങ്ങനെ ഒരു ഇത് കൂട്ടിയത്, ഓണറേറിയം വർദ്ധിപ്പിച്ചത്. എന്നാൽ ഇവിടെ സംസ്ഥാന സർക്കാർ പറയുന്ന എല്ലാം കേന്ദ്രമാണ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ഇതിൽ എന്താണ് പറയാനുള്ളത്? അതെ, സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ശരിയല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് പുതുച്ചേരി സർക്കാർ 10,000-ൽ നിന്നും 18,000 ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരുകൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. തൊഴിൽ പോലുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അവർക്ക് അത്തരം കാര്യങ്ങൾ നിർണ്ണയിക്കാനും തീരുമാനിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഓണറേറിയം ചോദിക്കുമ്പോൾ ഗവൺമെൻറ് പറയുന്നത് കേന്ദ്രത്തോട് ചോദിക്കുന്നുള്ള. യഥാർത്ഥത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഓണറേറിയം തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും എല്ലാം അതാത് സംസ്ഥാന സർക്കാരുകളാണ്. കേരളത്തിൽ ഈ 1000 ഉണ്ടായിരുന്ന ഓണറേറിയം 7,000 ആക്കി വർദ്ധിപ്പിച്ചത് ഞങ്ങളാണെന്നാണ് ഈ ഗവൺമെൻറ് തന്നെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ 1000-ൽ നിന്നും 7,000 ആക്കാൻ പറ്റുമെങ്കിൽ 7,000-ൽ നിന്നും 21,000 ആക്കാനും അതേ സർക്കാരിന് കഴിയുമെന്നുള്ളതൊരു സമാന യുക്തി മാത്രമാണ്. അപ്പോൾ അതിൽ യാതൊരു അർത്ഥവുമില്ല ഈ കേന്ദ്രത്തോട് ചോദിക്കൂ എന്ന് പറയുന്നതിൽ. സംസ്ഥാന സർക്കാർ പുതുച്ചേരിയിൽ പെട്ടെന്നാണ് ഈ 8,000 രൂപയുടെ ഒരു വർധനവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടുത്തെ സർക്കാർ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എല്ലാം കേന്ദ്രമാണ്, കേന്ദ്രത്തിൽ സംസാരിക്കണം, കേന്ദ്രമാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത്, എല്ലാം കേന്ദ്രത്തിൻ്റെ മുകളിൽ പഴിചാരുന്ന ഒരു പ്രവണതയാണ്. 47ാം ദിവസമാണ്, 9ാം ദിവസമാണ് നിരാഹാര സമരം. എന്നിട്ടുകൂടി എന്താണ് ഇവിടുത്തെ സ്ഥിതിയെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഓണറേറിയം കേന്ദ്രമല്ല, ഞങ്ങൾ അതിൽ മുന്നോട്ട് വരാം, ഞങ്ങൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്നുകൂടി അവർ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം സാർ തന്നെ പറയേണ്ടായി, ഒരു ചർച്ച നടത്തിയപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടു, എന്താ നിങ്ങൾ പറയുന്ന എമൗണ്ടിൽ ഞങ്ങൾ ഒത്തുതീർക്കാൻ തയ്യാറാണ്, നിങ്ങളൊരു എമൗണ്ട് പറയൂ എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം എന്നാണ് ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടത് എന്ന് പറയുകയുണ്ടായി. നിങ്ങൾ പറയുന്ന എമൗണ്ടിൽ ഞങ്ങൾ ഒത്തുതീർക്കാം എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്ത് തരാൻ കഴിയും എന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന റോസമ്മ ചോദിച്ചു. പക്ഷേ അതിനവർ കളിയാക്കി വിടുകയാണ് ചെയ്തിരിക്കുന്നത്, പരിഹസിക്കുക ചെയ്തത്. ഇതെന്താ ലേലം വിളിയോ എന്ന് ചോദിച്ച് പറഞ്ഞു വിടുക. അപ്പോൾ അതിൽ നിന്ന് കേന്ദ്രം കൊടുക്കാനുള്ളത് കേന്ദ്രം കൊടുത്തേ പറ്റുള്ളൂ. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഇൻസെൻറ്റീവ് ഇപ്പോൾ പ്രഖ്യാപനം പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വർക്കൗട്ട് ചെയ്ത് എത്രത്തോളം എന്ന് തരും തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അതേപോലെ കേന്ദ്രം കൊടുക്കേണ്ട ഡ്യൂസോ അതുപോലെ ഉണ്ടെങ്കിൽ കേന്ദ്രത്തിൽ അത് വാങ്ങണം. അത് സംസ്ഥാന സർക്കാരിൻ്റെ മിടുക്കാണത്. അത് അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അത് അവരുടെ ഭാഗം. കേന്ദ്രം ചെയ്യണം തന്നെയാണ്. ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ സമരം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കേരളത്തിലെ സംഘടന ആയതുകൊണ്ട് ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിലുള്ള സ്കീം വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഫെഡറേഷൻ ഉണ്ട്. ഞങ്ങളതുപോലുള്ള സംഘടനകളൊക്കെ അഫിലിയേറ്റ് ചെയ്തുള്ള സംഘടനകളാണ്.
അതിന് നേതൃത്വത്തിൽ പലതവണ കേന്ദ്രത്തിൽ പാർലമെൻറ്റ് മാർച്ചും അതുപോലുള്ള സമരങ്ങളും നടത്തിയിട്ടുണ്ട്. കേന്ദ്ര NHM ഡയറക്ടറേറ്റിൽ ചെന്ന് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതവർ ചെയ്യണം. അത് ഇൻസെൻറ്റീവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഓണറേറിയത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനാണ് പൂർണ്ണ അധികാരം. അത് അവർക്ക് നിർവഹിക്കാൻ കഴിയുന്നതാണ്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. സർക്കാരിനെ വെട്ടിലാക്കാൻ വേണ്ടിയുള്ള വലിയ ഡിമാൻഡുകളാണ് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. നേരെ തിരിച്ചാണ്. ഇതിന് രാഷ്ട്രീയമൊന്നുമില്ല. കാരണം ഇതിൽ പല രാഷ്ട്രീയത്തിലുള്ള ആശാവർക്കർമാരാണുള്ളത്. അവർ കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, CPMൻ്റെ ആളുകളുണ്ട്, പല പാർട്ടിയിലും ഉള്ളവരുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഒരു പാർട്ടിയിലും ഇല്ലാത്ത ആശാമാരുമുണ്ട് ഈ ഞങ്ങളുടെ മുമ്പിൽ. അതുകൊണ്ട് ഞങ്ങളിതിൽ രാഷ്ട്രീയം കടത്താറേയില്ല. മറിച്ച് രാഷ്ട്രീയ പ്രേരിതമായിരിക്കുന്നത് ഈ സമരത്തോടുള്ള സമീപനമാണ്. ഗവൺമെൻറ്റാണ് എന്താണ് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള കുൽസിതമായ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ തിമിരം ബാധിച്ച ഒരുതരം ആറ്റിറ്റ്യൂഡാണ് ഗവൺമെൻറ് വെച്ചു പുലർത്തുന്നത്. തീർച്ചയായിട്ടും സർ പറഞ്ഞതുപോലെ തന്നെ ഒരു തിമിരം ബാധിച്ച ഒരു പ്രവണത തന്നെയാണ് ഈ ഒരു സർക്കാർ ഈ ഒരു ആശാവർക്കർമാരോട് 47 ദിവസമായിട്ടും അവർ എങ്ങനെയാണ് ഈ ഒരു സമരപ്പന്തലിൽ പോകുന്നത്. അവരൊരു മഴയത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പുതുച്ചേരിയുടെ കാര്യം നമ്മൾ ചോദിച്ചല്ലോ. പുതുച്ചേരി പോലെ തന്നെ ഒരു പക്ഷെ മാതൃകയാക്കാവുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. അത് കേരളത്തിൽ പോലുമുണ്ട്. നമുക്കറിയാം, പാലക്കാട് നഗരസഭയാവട്ടെ, മുത്തോലി പഞ്ചായത്താവട്ടെ ഒക്കെ ആശാമാരെ എങ്ങനെ അവർക്ക് കൈത്താങ്ങ് നൽകുന്നു, ബജറ്റിൽ അവരെ എങ്ങനെ പരിഗണിക്കുന്നു. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ സമരരംഗത്ത് നിൽക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ബജറ്റിലെടുത്ത തീരുമാനങ്ങളാണ് അതൊക്കെ. എങ്ങനെയാണ് അതിനെയൊക്കെ അവർ സ്വാഗതം ചെയ്യുന്നത്? അത്തരം മാതൃകകളെ സർക്കാർ പിന്തുടരണം എന്ന കാര്യം അവരെങ്ങനെ സർക്കാരിൻ്റെ മുന്നിലും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു? വീണ, ഇവർ തീർച്ചയായിട്ടും സർക്കാർ ഇങ്ങനെ ഒരു പുതുച്ചേരിയിൽ ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചു. പെട്ടെന്നാണ് ഒരു 8000 രൂപയുടെ ഒരു വർധനവ് പുതുച്ചേരിയിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വർധനവ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കേന്ദ്രം അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒരു ആവശ്യം എന്തുകൊണ്ടാണ് കേരള സർക്കാർ അത് പൂഴ്ത്തി വെക്കുന്നത് എന്നൊരു തിമിരം ബാധിച്ചൊരു പ്രവണത തന്നെയാണ് ഇന്ന് ഇവർ ഇപ്പോഴും നമ്മളോട് പറയുന്നത്. കാരണം ഈ ബഡ്ജറ്റിലും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. അതവർ പ്രാവർത്തികമാക്കുന്നുമുണ്ട് എന്നാണ് പറയുന്നത്. കുറച്ച് മുൻപ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത്. എന്നാൽ ആ ഒരു പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ, ഓണറേറിയം വർധനം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നോക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അതിലൊരിക്കലും കേന്ദ്രത്തെ പഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായി വരുന്നില്ല. ഇവിടെ ഒരു സാഹചര്യമേ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ പുതുച്ചേരിയിൽ ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചതിലേക്ക് തീർച്ചയായിട്ടും കേരള സർക്കാരിന് ഈ ഒരു സമരം 47 ദിവസത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് സമരക്കാരിൽ നിന്ന് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ശരി ശ്രീനന്ദ.